ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കാം. അതിനുശേഷം നൈറ്റ് ഫീലിങ്സിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കറേജ്, aloneness, maturity, and one more, creator. അപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഓവറോൾ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് തട്ടുകളിലാണിപ്പോൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, കണക്ഷൻ ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ വളരെയധികം മെച്ചുവറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നേരത്തെ ബാലിശമായിട്ടൊക്കെ ചിന്തിച്ചിരുന്ന ഒരുപാട് പിടിവാശികളുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ പോയിരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്, അല്ലാതെയുള്ള പുറമേയുള്ള ക്യാരക്ടറല്ല. അങ്ങനെയൊക്കെയാണ് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം പക്വത കൈവരിച്ചിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് പല കാര്യങ്ങളും ആ ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത് പോലെ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക, അതെനിക്ക് വന്നതാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഒരു ലെവലിലാണ് നിങ്ങളിപ്പോൾ. അത് മാത്രമല്ല, നിങ്ങൾ ആ ഒരു ക്രിയേറ്റർ, അതായത് ആ ഒരു എനർജിയെ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പവറിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവനവനിൽ തന്നെ ഒരു വിശ്വാസം വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ നിങ്ങളുടെ ഭാഗത്തായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നേരത്തെ പാസ്റ്റിൽ ചിലപ്പോൾ വളരെയധികം ഡൗൺ എനർജിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, വളരെ ചൈൽഡിഷ് ആയിരുന്ന ഒരു പേഴ്സൺ, പല കാര്യത്തിനും ആകെ ഒരു ക്ലാരിറ്റി ഇല്ലാതിരുന്ന ഒരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്നർ ക്ലാരിറ്റിയിലേക്കൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സമയം, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഈ പറഞ്ഞ ഒരു പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കിത് റിലേറ്റ് ആവും. അതേസമയം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലാണ്. മാത്രമല്ല അവരൊരു കറേജ് സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒറ്റപ്പെടലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾ തീർത്തും നോ കോൺടാക്റ്റിലുള്ളവരായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ചിലർ ഓൺ ആൻഡ് ഓഫിൽ പോയതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ 2 പേരും 2 തട്ടുകളിലായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. 2 പേരും 2 ഒരു ഐഡിയാസിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി പറഞ്ഞതുപോലെ ഇവിടെ ധൈര്യം സംഭരിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കറേജിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു എന്തൊക്കെ ഹഡിൽസ് അവരുടെ മുന്നിലുണ്ടോ അതെല്ലാം മാറ്റി വരാനുള്ള ഒരു ധൈര്യം സംഭരിക്കുകയായിരിക്കാം. അപ്പോൾ ടോട്ടൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പാതയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അഗാധമായ ദുഃഖത്തിലോ കാര്യത്തിലോ ഒന്നുമല്ല. ഒരു വിൽ പവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു നൈറ്റ് ഫീലിങ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്ട്രെങ്ത്, ഡെത്ത് എനർജി, ഹെറഫണ്ട്,
Seven of Swords, Eight of Cups, Queen of Wands, Ten of Cups, Magician, Ten of Wands, Four of Pentacles, Chariot, Judgment, Page of Pentacles, Hermit, Nine of Wands, Eight of Wands. അപ്പോൾ നമ്മൾ നേരത്തെ ഓവറോൾ എനർജി എടുത്തപ്പോൾ അവിടെ കണ്ടു നിങ്ങളുടെ പേഴ്സൺ ഒരു കറേജ് അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി നമ്മളവിടെ കണ്ടതാണ്. നമുക്ക് വീണ്ടും ഈ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ ഫസ്റ്റ് വന്ന എനർജി എന്ന് പറയുന്നതും ഈ ഒരു സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങളുടെ വ്യക്തി നല്ലധികം ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പല കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തിക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ നോക്കുമ്പോൾ പോലും അതിനകത്തും ഈ ഒരു പേഴ്സൺ വളരെയധികം ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ച ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ആ ഒരു ചിലപ്പോൾ അത് സിറ്റുവേഷൻ വൈസ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റിന്യൂ ചെയ്യാനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു സ്റ്റക്ക് എനർജി നമുക്ക് കാണാം. അതായത് ചില റീഡിങ്സിനകത്തൊക്കെ നമ്മൾ നിങ്ങളുടെയൊക്കെ ഒരു എനർജി പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ. ചില സമയത്ത് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ എനിക്ക് നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ള അത്രയും ആ ഒരു കോൺഫിഡൻറ്റോടുകൂടി ഇരിക്കുന്ന ഒരവസ്ഥ, ചില സമയത്ത് വളരെയധികം നിരാശപ്പെട്ടു പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. അതായത് എന്നെക്കൊണ്ട് അതിന് കഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ വിചാരിക്കുന്ന പോലെ ഈസി അല്ല കാര്യങ്ങൾ, ഞാൻ ഇനി ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല, ഇനി ഇത് വർക്കാവോ എന്നുള്ള ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പലരെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വന്നിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടിട്ടോ നോ കോൺടാക്റ്റിലായിട്ടോ ഒക്കെ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ ഈ കുറച്ചധികം നാളുകളാവുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വിശ്വാസം പതിയെ കുറഞ്ഞു വരും. കാര്യങ്ങൾ ശരിയാവോ എന്നുള്ള ആ ഒരു പേടി വരാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ സമയം കഴിഞ്ഞു, എല്ലാം കൈവിട്ടു പോയോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പേഴ്സണെ സ്പൈ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, പല കാര്യങ്ങളും ഊഹിച്ചെടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അങ്ങനെ ആ ഒരു നമ്മൾ തന്നെ മൊത്തത്തിലൊന്ന് ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലവരാണ് വളരെ ഏർജായിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അതൊന്ന് ബ്രേക്കായിട്ട് നേരിട്ട് തന്നെ ഇനി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് വേണമെങ്കിലും വരട്ടെ, എന്ത് വന്നു കഴിഞ്ഞാലും വേണ്ടല്ലോ, എനിക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടായിട്ടോ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് ധൈര്യപൂർവ്വം വരാനാണെന്നുണ്ടെങ്കിലും, അല്ല മറ്റ് പല തടസ്സങ്ങളുണ്ടെങ്കിൽ ആ ഒരു തടസ്സം ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് വരാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ നേരത്തെയും പറഞ്ഞു. ഇവിടെ നമുക്കത് കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇത് ഡൗൺ ആയി പോകുന്നത് ഈ ഒരു കാലപ്പഴക്കം കൊണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഡെസ്റ്റിനി ആയിട്ട് പല മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല, എനിക്ക് വെയിറ്റ് ചെയ്ത് മടുത്തു, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഞാൻ എപ്പോഴും ഈ ഒരു പേഴ്സൺ ഓർത്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ളൊരു ചിന്താഗതി പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഡിഫറൻസസ് ഉള്ള ആൾക്കാരായിരിക്കാം. അതിപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഒരു റിലീജിയൻ ആയിരിക്കാം, നിങ്ങളുടെ കാസ്റ്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ട്രഡീഷനോ, അല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, കരിയർ, സാമ്പത്തിക ഭദ്രത, ഫിസിക്കൽ അപ്പിയറൻസ്, പല കാര്യങ്ങൾക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നവരായിരിക്കാം. അങ്ങനെയുള്ള പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ അത് വലിയ സംഭവമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നതുകൊണ്ടോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ചിലപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളുള്ളവർക്ക് ഫാമിലിയൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നതെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്നത് പോലെ
പുതിയതായിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില സമയം ഈ ഒരു പേഴ്സൺ വളരെയധികം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു ഡൗൺ എനർജിയിൽ പോകുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിൻ്റേതായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഹൈഡ് ചെയ്ത് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു ശ്രമം. അതായത് ചില കാര്യങ്ങൾ നമുക്ക് വേദനയാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് നടക്കോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അതോർത്ത് വിഷമിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് പോവാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാൻ പറ്റുമോ? ഈ ഒരു പേഴ്സണെ മറക്കാൻ വല്ല വഴിയുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ സെയിം അങ്ങനെയുള്ളൊരു എനർജി നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അത് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. കാരണം ഇവർ ഒരു വെയിറ്റിംഗ് എനർജിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടി കാത്തിരുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനാണെന്നുണ്ടെങ്കിലും പല പ്രതിബന്ധങ്ങളുണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള വിചാരിച്ച പോലെ നടക്കാതെ ആവുമ്പോഴുള്ള ഒരു മടുപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ അതേസമയം നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് വോൺസ് ആൻഡ് ടെൻ ഓഫ് കപ്സ് എനർജിയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സണ് അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം, ആ ഒരു പാഷനേറ്റ് എനർജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇമോഷൻസ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരുപക്ഷെ നിങ്ങളുള്ളപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഹാപ്പി ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ട് ദൂരെ വലിച്ചെറിഞ്ഞ് കളയാൻ കഴിയില്ല. ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനകത്ത് സ്റ്റക്കായിട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് പോലും അറിയുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റക്നെസ് വരുന്നത്? അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും പെയിൻ അനുഭവിക്കുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. കാരണം നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ അവരുമായിട്ട് വളരെയധികം കണക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മജീഷ്യൻ എനർജിയാണ്. വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. അതിനായിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ അങ്ങനെ മുന്നിലേക്ക് വരണം, കാര്യങ്ങൾ വിചാരിച്ച പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ വർക്ക് ആക്കാനായിട്ടുള്ള അത്രയും പവറുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കയറി വരുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റും ഉണ്ട് ഈ ഒരു പേഴ്സൺ. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം അത്രയേറെ ഒരു എനർജി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെയും ആ ഒരു സെയിം എനർജി തന്നെയാണ്. ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിസിഷൻ എടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയം, നമ്മളെന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പാളിച്ചു പറ്റുമോ എന്നുള്ളൊരു ചിന്താഗതി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ അവർക്ക് നിങ്ങളെ വിട്ട് കളയാനായിട്ട് കഴിയില്ല. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും പൊസസീവ് ആണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങൾ മറന്നുപോയി എന്നവർക്ക് ചിന്തിക്കാനൊന്നും ഒട്ടും താല്പര്യമുള്ള വ്യക്തിയല്ല. നിങ്ങളായിട്ട് അവരെ മറന്നു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് പോകുന്നു എന്നൊക്കെ ഈ ഒരു പേഴ്സൺ അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരുപാട് ഡൗൺ ആയി പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. കാരണം സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസസീവായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പൊസസീവ്നെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഉള്ളപ്പോൾ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടിയെത്താൻ, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടായിക്കോട്ടെ, എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള ആ ഒരു ഇമോഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത്രയേറെ ഈ ഒരു വ്യക്തി മാനസികമായിട്ടൊരു പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നമ്മളിവിടെ അവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ പോലും കുറച്ചധികം പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുകയാണ് ആ ഒരു വ്യക്തിയുടെ എനർജി. വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ തീർത്തും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും കൂടുതലും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം അത് നിവർത്തിച്ച് മുന്നിലേക്ക് വരാനുള്ള ഒരു ഏർജാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഹോപ്പ് നമുക്ക് കാണാം. ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റം വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സണുണ്ട്. ചിലപ്പോൾ അതും പറഞ്ഞായിരിക്കാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാലങ്ങളായിട്ടുണ്ടാവുന്നത്. ചിലർ അങ്ങനെ ഒരു കാര്യമുണ്ട്, സ്വന്തമായിട്ട് ആക്ഷൻ എടുക്കില്ല, സാഹചര്യം എല്ലാം മാറി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഒരു ആക്ഷൻ അവരായിട്ട് എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാം ആ ഒരു ഹോപ്പ് എനർജി ഉണ്ട്. ഇവിടെയും ആ ഒരു സെയിം തന്നെ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇതുപോലെ ലാസ്റ്റ് വന്നിരിക്കുന്ന 3 എനർജീസ് എന്ന് പറയുന്നത് ഹെർമിറ്റ്, 9 ഓഫ് വൺസ് ആൻഡ് 8 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉടനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ വരുന്നത് നിങ്ങളോട് വർത്താനം പറയണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒന്ന് കണക്റ്റ് ആവണം എന്നുള്ളത് തന്നെയാണ്. ഒരു വീണ്ടും ഒരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, നമ്മൾ നേരത്തെ അവിടെ ആ ഒരു എലോൺനെസ് കണ്ടതാണ് അവരുടെ എനർജിയിൽ. ആ 2 എനർജിയും നമുക്ക് സെയിം ഇതിനകത്ത് തന്നെ കയറി വന്നിട്ടുണ്ട്. അവരുടെ എനർജിയിൽ വന്ന ആ ഒരു സ്ട്രെങ്ത് ആയിക്കോട്ടെ,
ഈ പറഞ്ഞ ഹെർമിറ്റ് ആയിക്കോട്ടെ, ഇത് രണ്ടും നമുക്ക് അവിടെയും നമ്മൾ കണ്ട സംഗതി തന്നെയാണ്. അതായത് അവർക്ക് പലപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് പോകാനുള്ള ഒരു വഴി തെളിയാത്ത പോലത്തെ ഒരവസ്ഥ. അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടി അങ്ങോട്ട് ഒതുങ്ങിപ്പോവും. നമ്മൾ ദീർഘദൃഷ്ടി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ഒരു വ്യക്തിക്ക് വളരെ കുറവാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അപ്പം മുന്നിലുള്ള ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇനി അതിനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എനർജി ഒരു പേഴ്സണ് വളരെ കുറവാണ്. പക്ഷേ നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിട്ടുകളയാനും കഴിയുന്നില്ല. നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് പോലെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. എത്ര പേർക്ക് ഇത് റെസൊനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. നമ്മൾ മൊത്തത്തിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ എനർജി നമുക്കിവിടെ കാണാം. എന്നാൽ അതിന് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുത്ത് എല്ലാ തരത്തിലും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സൺ ഒന്ന് ഡൗണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നമ്മൾ നോക്കാത്തത് കൊണ്ട് എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് ഫിയർ ആയിട്ട് നിൽക്കുന്നത്, എന്താണ് അവരെ തടസ്സപ്പെടുത്തുന്നത്, നിങ്ങളിലേക്ക് വരാനുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തയും ആഗ്രഹം ഉള്ളപ്പോൾ തന്നെ അവർ തടഞ്ഞു നിർത്തുന്ന ഒരു സംഗതി എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല. കാരണം നമ്മളിവിടെ ജസ്റ്റ് നൈറ്റ് ഫീലിങ്സ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു പേഴ്സൻ്റെ ഒരു എക്സാക്റ്റ് പ്രോബ്ലം എന്താണ് എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് അറിവില്ല. ഒരുപക്ഷെ തേർഡ് പാർട്ടിയോടുള്ള ഭയമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ഭയമായിരിക്കാം. കാരണം ഇവിടെ അവർ ധൈര്യം സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 പ്രാവശ്യം നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അതാണ് മെയിനായിട്ട് കാണുന്നത്. അവരൊരു കറേജ് സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തിനോ ഭയന്നുകൊണ്ടാണ് അവർ ആ ഒരു കറേജ് സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ 8 ഓഫ് വൺസ് എനർജിയാണ്. കോൺടാക്ട് ചെയ്യാൻ, മെസ്സേജ് ഇടാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് റിലേഷൻഷിപ്പ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ ഒരു ഹാർട്ട് ഫീലിങ്സ് ഈ ഒരു പേഴ്സൺ ഉള്ളതുകൊണ്ടായിരിക്കാം ഇടയ്ക്കെങ്കിലും നിങ്ങൾക്ക് വന്ന് മെസ്സേജ് ഇട്ട് പോകുന്നത്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയില്ല. നിങ്ങൾ പൂർണ്ണമായിട്ട് അവരിൽ നിന്ന് പോകുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത് അവരുടെ മനസ്സിനെ ഒരുപാട് അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നിങ്ങളവിടെ തന്നെ ഉണ്ടോ, ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, എന്താ നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഓൺ ആൻഡ് ഓഫിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത്. നോ കോൺടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നുണ്ട്. സ്വയമേ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റാരെങ്കിലും കാണിക്കാൻ വേണ്ടി നമ്മൾ ഹൈഡ് ചെയ്യുന്നതും നമ്മളുടെ മനസ്സിൽ തന്നെ ഇല്ല, എനിക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫേക്കായിട്ട് നമ്മളെ തന്നെ പറഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു എനർജിയും ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് വിട്ടുകളയാനായിട്ട് കഴിയില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇതിനകത്ത് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉപേക്ഷിച്ച് പോകാനായിട്ട് ഈ ഒരു പേഴ്സണ് മനസ്സ് വരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു പേഴ്സണെ കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സയൻസ് സ്ട്രോങ് ഏരീസ് വന്നിട്ടുണ്ട്. അതുപോലെ ടോറസ്, വിർഗോ വന്നിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 5, നമ്പർ 7, നമ്പർ 8, നമ്പർ 13, നമ്പർ 20 ആൻഡ് നമ്പർ 9. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഓവറോൾ എനർജി നോക്കിയപ്പോൾ നിങ്ങൾ വളരെയധികം മെച്ചുറായിട്ടൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ മനസ്സിനെയൊക്കെ പാകപ്പെടുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കണ്ടത്. വളരെ നല്ലൊരു എനർജി തന്നെയാണ്. ആരെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തടസ്സം വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ ആ ഒരു കറേജ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അത് മാറി നിങ്ങളിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.